ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സമയം ഒട്ടും ശരിയല്ല എന്നാണ് തോന്നുന്നത്. എടുക്കുന്ന ട്രേഡ് എല്ലാം അങ്ങ് പൊട്ടുകയാണ് ചെയ്യുന്നത്. ബട്ട് കുഴപ്പമില്ല, ഇതെല്ലാം ഒരു ലേണിംഗ് പർപ്പസായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരാഴ്ചയിൽ ഞാൻ അത് പറയുന്നതിന് മുമ്പ് ആദ്യം എൻ്റെ ട്രേഡ് ഞാൻ എന്തുകൊണ്ട് എടുത്തു, എവിടെ നിന്ന് എക്സിറ്റായി എന്ന് പറഞ്ഞുതരാം. ഞാൻ ട്രേഡ് കൺസിഡർ ചെയ്തത് മാർക്കറ്റ് ആദ്യം വാച്ച് ചെയ്യായിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എങ്കിലും എടുക്കണം എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസിൻ്റെ അടുത്ത് എത്തിയിട്ട് അവിടെ നിന്ന് നല്ലൊരു റിജക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിജക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും സെൽ സൈഡിലോട്ട് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കിയിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂഷ്വലി ഇങ്ങനെ ഈ ഒരു പാറ്റേൺ വരുമ്പോൾ നല്ലൊരു ഷാർപ്പ് സെല്ലിങ് യൂഷ്വലി കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിൽ കണ്ട് തിരിച്ച് ഈ ഒരു ലെവലിൽ എത്തിയ ടൈമിൽ ഞാൻ ഒരു ട്രേഡ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് എല്ലാം ഓൾറെഡി 500ഉം 1000ഉമാണ്, പ്രീ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചെറിയൊരു സ്പൈക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ മേളിലൊന്ന് പോയി. ആ സമയത്ത് തന്നെ ഞാൻ എക്സിറ്റ് ആയി. കാരണം ആ 500 ആണല്ലോ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ വെച്ചിരിക്കുന്നത്. സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തെ പ്രോഫിറ്റ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഒരു 700 800 ലോസ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു എങ്കിൽ മേ ബി മാർക്കറ്റ് തിരിച്ചു വരുന്ന സമയത്ത് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഇന്ന് എനിക്കൊരു 500 റുപ്പീസ് അടുപ്പിച്ച് ലോസാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതും മാർക്കറ്റിൻ്റെ വേറൊരു സൈഡാണ്. നമുക്ക് കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് മാത്രമല്ല, ഇത് കണക്ക് കണ്ടിന്യൂസ്ലി ലോസും കൂടെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇതുപോലുള്ള ലോസ് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമ്മൾ ഒരു നല്ലൊരു ട്രേഡർ ആണോ അല്ലയോ നമ്മൾ തീരുമാനിക്കുന്നത്. എല്ലാ ട്രേഡേഴ്സിൻ്റെ ലൈഫിൽ ഇതുപോലത്തുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ഇതിപ്പോൾ എനിക്ക് 4ാമത്തെ ദിവസമാണ് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് എനിക്ക് എടുക്കേണ്ടി വരുന്നത്. പക്ഷേ എന്നിട്ടും നമ്മൾ ഈ ഒരു നിമിഷത്തിൽ എന്ത് ചെയ്യുന്നു എന്നതിലാണ് ബാക്കിയുള്ള ട്രേഡേഴ്സിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എപ്പോഴും ഒരു 1% ഓഫ് ട്രേഡർ മാത്രമേ സക്സസ് ആവാത്തുള്ളൂ ലോകത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സക്സസ് ആവണമെങ്കിൽ ഇതുപോലുള്ള ലോസ് നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആയി എന്ന് കരുതിയിട്ട് നമ്മൾ വിഷമിച്ചിരുന്ന് പിന്നെയും റിവെഞ്ച് ട്രേഡിങ്ങിനും കാര്യങ്ങൾക്കും പോവാണ്ട് നമ്മൾ ആ ലോസ് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അടുത്തൊരു ദിവസത്തിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. ഒരു ദിവസത്തെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം എൻ്റെ ഈ മാസത്തെ എല്ലാ ലോസും എനിക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ദിവസം വേറെ ട്രേഡൊന്നും എടുത്തിട്ടില്ല. ഈ ആഴ്ച വളരെ വൃത്തികെട്ട ഒരു ആഴ്ചയായിട്ട് ഞാൻ പരിഗണിക്കുന്നു. വലിയ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ ഓരോരോ സിറ്റുവേഷൻസ് വരും ഈ ട്രേഡിംഗ് കരിയറിൽ. അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഒരു ദിവസം കൊണ്ട് എന്തായാലും പണക്കാരനാവാൻ കഴിയില്ല. അതിന് കുറേ നാൾ എങ്ങനെ പോയാലും എടുക്കും. നമ്മൾ ഇൻ ലോസിലാണ്. ഈ ഒരാഴ്ച എടുത്തു നോക്കുകയാണെങ്കിൽ മുഴുവൻ ലോസിലാണ് എനിക്ക് മാർക്കറ്റ് തന്നിട്ടുള്ളത്. ഈ ഒരു മാസം നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ദിവസം ഒരു 185, അത് ഒരു പ്രോഫിറ്റായിട്ട് കൂട്ടാൻ പറ്റില്ല, അത് ഒരു ലോസ് ആയിട്ടും കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഒരു ബ്രേക്ക് ഈവൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം, ബാക്കി ടാക്സും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ. പിന്നെ അതിനുശേഷം ഉണ്ടായിരുന്ന -500 അടിച്ചു, -520, -516. ഇന്നത്തെയും കൂടെ കൂട്ടുമ്പോഴത്തേനും 500 എഗെയിൻ. 4 ദിവസം കൊണ്ട് എനിക്ക് ഏകദേശം 2000 രൂപയുടെ ലോസാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് ഈ മാസത്തിൽ മാത്രമായിട്ട്, ഫസ്റ്റ് വീക്കിൽ. ബട്ട് നമ്മൾ ലോങ് ടൈം ആണല്ലോ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു മാസം കഴിയുമ്പോൾ എനിക്ക് ഇപ്പോഴും സ്റ്റിൽ ഐ ഹാവ് കോൺഫിഡൻസ് ഈ ലോസ് എനിക്ക് അല്ലെങ്കിൽ അത്യാവശ്യം കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. തിങ്കളാഴ്ച മുതൽ കുറച്ചുകൂടെ ഫ്രഷ് മൈൻഡ് സെറ്റായിട്ട് നമുക്ക് ഇത്രയും ദിവസം ഞാൻ എടുത്ത ട്രേഡിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്കും കാര്യങ്ങളും എല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ട് തിങ്കളാഴ്ച നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു.